നമ്മളിനി പഠിക്കാൻ പോകുന്നത് പുതിയ ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. നമ്മൾ തൊട്ട് നേരത്തെ പഠിച്ചത് സോളിഡ്സിനെ പറ്റിയായിരുന്നു. ഇപ്പോൾ ഫ്ലൂയിഡ്സിനെ പറ്റിയാണ്. യൂണിറ്റ് നമ്പർ 10 ആണ്. അപ്പോൾ എന്താണ് ഫ്ലൂയിഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ ലിക്വിഡ്സിനെയും ഗ്യാസിനെയും പൊതുവായിട്ട് പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ്. അപ്പോൾ എന്തൊക്കെയാവാം? ലിക്വിഡ്സും ഗ്യാസും ആണല്ലോ. അപ്പോൾ ലിക്വിഡ്സിനെയും ഗ്യാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡ്സിൽ പൊതുവായിട്ട് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കുറച്ച് ടേംസ് ആണ് പ്രഷർ. അപ്പോൾ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, ഫോഴ്സ് പെർ ഏരിയ ആണ് അല്ലേ. ഒരു ഏരിയയിൽ കൊടുക്കുന്ന ഫോഴ്സിന്റെ അളവാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ഏരിയ ആണ്. അത് നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ഏരിയ ആണ്. അതുപോലെ വോളിയം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഡെൻസിറ്റി നമ്മൾ റോ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് റോ എന്ന് പറയുന്ന ലെറ്റർ. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും നമ്മൾ അറിഞ്ഞിരിക്കണം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. അപ്പോൾ ഇതുപോലുള്ള ടേംസ് ഒക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ കേൾക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലിക്വിഡ്സിനെയും ഗ്യാസിനെയും നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ്. പ്രഷർ കണ്ടുപിടിക്കുന്ന ഫോർമുല ഫോഴ്സ് പെർ ഏരിയ, ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഫോർമുല മാസ് പെർ വോളിയം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പാസ്കൽസ് ലോ ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പാസ്കൽസ് ലോ പറയുന്നത് ഇതാണ്. ഒരു ഫ്ലൂയിഡ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നു എന്ന് കരുതുക. ഒരു ഫ്ലൂയിഡ് ഇരിപ്പുണ്ട്. ഇതിനകത്ത് നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഫോഴ്സ് അല്ലേ, ഒരു ഏരിയയിൽ കൊടുക്കുന്ന ഒരു ഫോഴ്സ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ ഏതിന് കൊടുക്കുന്നു? ഫ്ലൂയിഡിന് കൊടുക്കുകയാണ്. ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ ഫ്ലൂയിഡിന് നൽകുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൊടുത്ത പ്രഷർ ആ ഫ്ലൂയിഡിൻ്റെ എല്ലാ പാർട്ടിലും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും അതേ അളവിൽ തന്നെ അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൂയിഡിൽ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ എല്ലാ പാർട്ടിലും എന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത പ്രഷറിൻ്റെ അതേ അളവിൽ തന്നെ ഫ്ലൂയിഡിൻ്റെ എല്ലാ പാർട്ടിലും ഈക്വലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആകും എന്നാണ് എന്ത് പറയുന്നത്? പാസ്കൽസ് ലോ പറയുന്നത്. നമ്മൾ പാസ്കൽസ് ലോ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു ഫ്ലൂയിഡിൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ പ്രഷർ ഈക്വലി ഫ്ലൂയിഡിൻ്റെ എല്ലാ പാർട്ടിലും ഡിസ്ട്രിബ്യൂട്ട് ആകും. അപ്പോൾ നമുക്ക് പാസ്കൽസ് ലോ എന്താണെന്നുള്ള ഒന്ന് നോക്കാം. പാസ്കൽസ് ലോ പറയുന്നത് ഇതാണ്. വെനെവർ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് contained in a vessel, it is transmitted equally in all direction. അപ്പോൾ ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും? എല്ലാ ഡയറക്ഷനിലും ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് എന്ത് പറയുന്നത്? പാസ്കൽസ് ലോ പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റും ഉണ്ട്, അതുപോലെ ഹൈഡ്രോളിക് ബ്രേക്കും ഉണ്ട്. ഇതിൽ ഹൈഡ്രോളിക് ലിഫ്റ്റാണ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഹൈഡ്രോളിക് ബ്രേക്ക് എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ പാസ്കൽ ലോ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എല്ലാ ഡയറക്ഷനിലും ഈക്വലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ നോക്കാം. ആദ്യത്തേത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. വാഹനങ്ങളൊക്കെ ഉയർത്തുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇപ്പോൾ കാർ വാഷ് സർവീസ് സെൻറ്ററിലൊക്കെ പോയിട്ടുള്ളവർക്ക് ഇത് പരിചിതമായിരിക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമേജ് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇങ്ങനെ കാറിൻ്റെയൊക്കെ അടിഭാഗമൊക്കെ കഴുകണമെങ്കിൽ നമ്മൾ അതിനെ കാറിനെയൊക്കെ ഉയർത്താനായിട്ട് സഹായിക്കുന്ന ഉപകരണമാണ് എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു? ഇത്രയും വെയിറ്റുള്ള കാറിന് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളെ ഉയർത്താനായിട്ട് ഇതിനെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ട്, 2 പാർട്ടുണ്ടല്ലേ, 2 പിസ്റ്റൺ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്തെ പിസ്റ്റൺ എന്ന് വെച്ചാൽ ഇവിടെയാണ്. നമുക്കിവിടെ പാർട്ട് 1 എന്ന് കൊടുക്കാം. അതുപോലെ രണ്ടാമത്തെ പിസ്റ്റൺ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ 2 പിസ്റ്റൺ അല്ലെങ്കിൽ 2 ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടൊന്നും കൊടുക്കാം. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ 2 പിസ്റ്റൺ കണ്ടല്ലോ. ഒന്ന് ഇവിടെയാണ്, ഒന്ന് ഇവിടെയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഒരു ഏരിയ കുറവാണ് അല്ലേ, ഇവിടെ ഏരിയ കൂടുതലാണ്. ഇനി നമുക്ക് 1ൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് F1. അതായത് നമ്മൾ ഈ ചെറിയ പിസ്റ്റണിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സാണ് എന്ത്? F1 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തിരിച്ച് അപ്വേർഡായിട്ട് വേറൊരു ഫോഴ്സ് F2 ഈ സെക്കൻഡ് പിസ്റ്റണിലോട്ട് വന്ന് വീഴുന്നുണ്ട് അല്ലേ. F2 മുകളിലോട്ട്. അപ്പോൾ ഫസ്റ്റ് റീജിയനിലുള്ള ഫോഴ്സ് F1, സെക്കൻഡ് റീജിയനിലുള്ള ഫോഴ്സ് F2. ഇനി ഇതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഇവിടെ കുറച്ച് ഫ്ലൂയിഡ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 2 പിസ്റ്റണിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് അവിടെ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെല്ലാം കണ്ടു? ആദ്യം ഫസ്റ്റ് റീജിയൻ എഴുതാം. ഫസ്റ്റ് റീജിയനിൽ നമുക്ക് മനസ്സിലായി ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ റീജിയനിലെ ഏരിയ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഏരിയയെ A1 എന്ന് എടുക്കാം. ഏരിയയെ A1 എന്ന് എടുത്തു. അവിടുത്തെ ഫോഴ്സ് എങ്ങനെയാണ് കൊടുത്തത്? F1 ആണല്ലേ. ഫോഴ്സ് F1 ആണ്. പിന്നെ
നമുക്ക് സെക്കൻഡ് റീജിയൻ എഴുതാം അല്ലേ. സെക്കൻഡ് റീജിയനിലെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് A2 എന്ന് കൊടുക്കാം. നമുക്കറിയാം A2 ആണ് ഗ്രേറ്റർ, A1-നേക്കാളും A2 ആണ് ഗ്രേറ്റർ. അവിടെ അനുഭവപ്പെട്ട ഈ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിന് നമുക്ക് F2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. രണ്ട് പിസ്റ്റൺ ഉണ്ട്. അതിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഫോഴ്സ് F1 ആണ്, ഏരിയ A1 ആണ്. സെക്കൻഡ് പാർട്ടിലുള്ള ഏരിയ A2 ആണ്, ഫോഴ്സ് F2 ആണ്. രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഫ്ലൂയിഡ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂയിഡിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടിലും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഈ ഫ്ലൂയിഡിൽ അതാണ് നമ്മൾ പാസ്കൽ ലോയിൽ പറഞ്ഞതല്ലേ, ഒരു ഫ്ലൂയിഡിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ അത് ഈക്വലി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പോൾ ഇവിടെ ഒരു ഫ്ലൂയിഡ് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഒരേപോലെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ്കൽ ലോ അനുസരിച്ച് നമുക്ക് പറയാം ഈ പാർട്ട് 1-ലെ പ്രഷറും പാർട്ട് 2-ലെ പ്രഷർ ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രഷറിൻ്റെ ഫോർമുല നമുക്കറിയാം. എന്താണ് പ്രഷറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്? ഫോഴ്സ് പെർ ഏരിയ ആണ്. നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞു പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പാർട്ടിലെ പ്രഷർ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് പാർട്ടിലെ പ്രഷറിന് ഞാൻ P1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? F1/A1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിലെ ഏരിയയോ P2 എന്ന് കൊടുക്കാം. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് F2/A2. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ പാസ്കൽ ലോ പറയുന്നത് എന്താണ്? രണ്ടിടത്തെയും പ്രഷർ ഈക്വൽ ആണെന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടിനെ ഇക്വേറ്റ് ചെയ്തൂടെ? അതായത് P1 = P2 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? F1/A1 = F2/A2. ഓക്കെ, ഇനി നമുക്ക് ഈ സെക്കൻഡ് റീജിയനിലുള്ള ഫോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് F2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് F2 മാത്രമായിട്ടൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. F2 = F1/A1 × A2. ഇതാണ് നമുക്ക് ഈ രണ്ടാമത്തെ പിസ്റ്റണിൽ വരുന്ന ഫോഴ്സിൻ്റെ അളവ്. അപ്പോൾ ഈ ഫോർമുല കാണുമ്പോൾ തന്നെ അറിയാം ഫോഴ്സ് എന്തായിരിക്കും? F1-നേക്കാളും കൂടിയ ഫോഴ്സ് ആയിരിക്കും കിട്ടുന്നതല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ റീജിയണിൽ ചെറിയ ഒരു പ്രഷർ കൊടുത്താൽ അല്ലെങ്കിൽ ചെറിയൊരു ഫോഴ്സ് കൊടുത്താലും രണ്ടാമത്തെ റീജിയണിൽ എന്ത് വരും? കൊടുത്ത ഫോഴ്സിനേക്കാളും വലിയൊരു ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും. ആ വലിയ ഫോഴ്സ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഈ ഒരു വലിയ ഹെവി ആയിട്ടുള്ള വാഹനങ്ങളെയൊക്കെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് കിട്ടിയ ഫോർമുല എന്ന് പറയുന്നത് F2 = F1/A1 × A2. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് മനസ്സിലാക്കാം A2 കൂടിയാൽ, അതായത് A2 എന്ന് പറയുന്നത് രണ്ടാമത്തെ റീജിയനിലുള്ള ഏരിയ ആണ്. ആ ഏരിയ കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് കൂട്ടാൻ പറ്റും? ഫോഴ്സ് കൂട്ടാൻ പറ്റും അല്ലേ. അവിടെ കിട്ടുന്ന ഫോഴ്സിന് നമുക്ക് കൂട്ടാനായിട്ട് കഴിയും. അപ്പോൾ രണ്ടാമത്തെ റീജിയനിലുള്ള വലിയ പിസ്റ്റൺ ഇരിക്കുന്നതിൻ്റെ അവിടുത്തെ ഏരിയ കൂട്ടുകയാണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ചുമ്മാ ഒന്ന് ന്യൂമറിക്കൽസ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് ശരിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിത് ഇവിടെ ആദ്യം ഒരു ചെറിയൊരു ഫോഴ്സാണ് കൊടുക്കുന്നതെന്ന് വയ്ക്കുക. അതായത് F1 എന്ന് പറയുന്നത് ഒരു 10 ന്യൂട്ടൺ കൊടുക്കുന്നതെന്ന് കരുതുക. F1 നമ്മളൊരു ചെറിയൊരു ഫോഴ്സ് ഇവിടെ കൊടുത്തു. അവിടുത്തെ ഏരിയ ഈ ഫസ്റ്റ് റീജിയനിലെ ഏരിയ എന്ന് പറയുന്നത് 1 m². ഒരു ചെറിയൊരു ഏരിയ ആണ്. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 1 m² ആണെന്ന് കരുതുക. ഇനി രണ്ടാമത്തെ റീജിയനിലെ ഏരിയ വലിയൊരു ഏരിയ നമ്മൾ കൊടുക്കുകയാണ്, അത് 100 m². ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വലിയ ഫോഴ്സാണോ കിട്ടുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഫോർമുലയിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ F2 എന്ന് പറയുന്നത് F1/A1 × A2. F1-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്, A1-ൻ്റെ വാല്യൂ 1 ആണ്, A2-ൻ്റെ വാല്യൂ 100 ആണ്. നമുക്ക് എത്ര കിട്ടും? 1000 ന്യൂട്ടൺ. അപ്പോൾ ആദ്യത്തെ റീജിയനിൽ 10 ന്യൂട്ടൺ എന്ന ചെറിയ ഫോഴ്സ് കൊടുത്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ റീജിയനിൽ ഒരു വലിയൊരു ഫോഴ്സ് കിട്ടും അല്ലേ. ഈ വലിയ ഫോഴ്സ് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വസ്തുക്കളെയൊക്കെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുമല്ലോ. ഒന്നെന്ന് പറയുന്നത് രണ്ട് റീജിയനുണ്ട്. ഫസ്റ്റ് റീജിയനിലുള്ള ഫോഴ്സ് F1-ഉം ഏരിയ A1-ഉം ആണ്. സെക്കൻഡ് റീജിയനിലെ A2-ഉം F2 ആണ്. എന്നിട്ട് നമ്മൾ അവിടുത്തെ ഓരോ സൈഡിലെയും പ്രഷർ കണ്ടുപിടിച്ചു. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ഏരിയ ആണ്. പിന്നെ പാസ്കൽ നിയമം അനുസരിച്ച് ഒരു ഫ്ലൂയിഡിൽ അനുഭവപ്പെടുന്ന പ്രഷർ എല്ലായിടത്തും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് റീജിയനിലുള്ള പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തല്ലേ. ഇക്വേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് റീജിയനിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഫോർമുല നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ആ ഏരിയ കൂട്ടുകയാണെങ്കിൽ ഫോഴ്സ് കൂടുമെന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷനും കൂടി ഉണ്ട്. ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ബ്രേക്കാണ്. ഹൈഡ്രോളിക് ബ്രേക്ക് അത് നമുക്ക് വിശദമായിട്ടൊന്നും പഠിക്കാനില്ല, കാര്യം മാത്രം ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണെന്ന് ഓർത്തിരുന്നാൽ മതി. ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ എന്താണ്? നമ്മളൊരു ചെറിയൊരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് ഒരു വലിയൊരു ഫോഴ്സായിട്ട് ആ ഒരു വെഹിക്കിളിനെ മൊത്തം ബ്രേക്ക് ചെയ്യാൻ വേണ്ട ഫോഴ്സായിട്ട് വലിയൊരു ഏരിയയിൽ അത് വീഴുന്നു. അപ്പോൾ അതും എന്ത് പറയാം? നമുക്ക് പാസ്കൽ ലോയുടെ ആപ്ലിക്കേഷനായിട്ട് പറയാം. പാസ്കൽ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഫോഴ്സ് കൊടുക്കുന്ന ഒരു ഫ്ലൂയിഡിൽ ഫോഴ്സ് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ ഫ്ലൂയിഡിൽ എല്ലാ ഡയറക്ഷനിലും അതെന്ത് ചെയ്യും? ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും.
അപ്പോൾ ആ പ്രഷർ എന്ന് പറയുന്നത് ആ ഒരു എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ ആയിരിക്കുമെന്നാണ് പാസ്കൽ ലോ പറയുന്നത്.